സി പി എമ്മിന്ന് ബി ജെ പിയിലേക്ക് ഒഴുക്കാണ്. എസ് രാജേന്ദ്രൻ എത്തിയല്ലേ? അത് വല്ലാത്തൊരു കാലമാണ്, കമ്മികളിൽ സംഖ്യകളാവുന്ന കാലം. ഇപ്പം ഞാൻ ആലോചിക്കുകയാണ്, എന്നോട് കഴിഞ്ഞ ദിവസം നമ്മുടെ റെജി ലൂക്കോസ് ഇങ്ങോട്ട് മാറിയപ്പോൾ ഒരാൾ പറഞ്ഞു, എനിക്ക് ഉടനെ ഒരാൾ പോസ്റ്റ് ഇട്ടിട്ട് പറഞ്ഞു, റെജി ലൂക്കോസ് വന്നിരിക്കുന്നു, ഇന്നലെ വരെ ഞങ്ങൾ ചാനൽ ചർച്ചയിൽ ഗുസ്തി പിടിച്ചാണ്, ഇനി നാളെ മുതൽ ജി എന്ന് വിളിക്കണം, റെജി ലൂക്കോസ് ജി എന്ന് വിളിക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ ആളുകൾ വല്ലാതെ സി പി എം വിട്ടിട്ട് ബി ജെ പിയിലേക്ക് വരുന്നു. അപ്പോൾ അതിനുള്ള കാരണം എന്താണെന്ന് ഒന്ന് അന്വേഷിക്കേണ്ട കാര്യമുണ്ട്. ഇപ്പോൾ എസ് രാജേന്ദ്രനെ സംബന്ധിച്ച്, എസ് രാജേന്ദ്രൻ ഇടുക്കിയിലെ സി പി എമ്മിൻ്റെ വലിയ നേതാവാണ്. എത്ര തവണ എം എൽ എ, 3 തവണ എം എൽ എ ആയിട്ടുണ്ട്. 2006, 2011, 2016 3 ടൈമിൽ എം എൽ എ ആയ നേതാവാണ്. അയാളാണിപ്പോൾ ഇന്ന് പരസ്യമായി പറഞ്ഞിരിക്കുന്നത്, ഞാൻ രാജീവ് ചന്ദ്രശേഖരനെ കണ്ടു, ഞാൻ ഇനി ബി ജെ പിയിലേക്കാണ്, ഉടൻ പ്രഖ്യാപനം ഉണ്ടാവും, അവിടെ ഒരു ബി ജെ പിയുടെ ഒരു വലിയ പരിപാടി വരുന്നുണ്ട്, പരിപാടിയിൽ വെച്ച് ഞാൻ ഔദ്യോഗികമായി ബി ജെ പിയിൽ ചേരുമെന്ന് പറഞ്ഞിരിക്കുന്നത്. അവിടെ എം എം മണി, ദേവികുളത്ത് എം എം മണിയേശനൊക്കെ ഉള്ള സ്ഥലമാണ്. 1, 2, 3 പറഞ്ഞിട്ടൊക്കെ ആളുകളെ ഫിനിഷ് ചെയ്ത പാരമ്പര്യമുള്ള രാജേന്ദ്രനെ ഫിനിഷ് ചെയ്യാൻ ചെന്ന രാജേന്ദ്രൻ വിവരം അറിയിക്കും. രാജേന്ദ്രന് ഈ 3 ടൈം 15 തവണ എം എൽ എ ആയിരുന്ന 15 വർഷം എം എൽ എ ആയിരുന്ന തോട്ടം തൊഴിലാളി മേഖലയിലൊക്കെ വലിയ സ്വാധീനമുള്ള ഒരു നേതാവാണ്, വലിയ ജനകീയ അംഗീകാരമുള്ള നേതാവാണ്. അപ്പോൾ രാജേന്ദ്രനെ സംബന്ധിച്ച് ഇടുക്കിയിലെ സി പി എമ്മിൻ്റെ മുഖമായിരുന്നു രാജേന്ദ്രൻ. രാജേന്ദ്രൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രാജയെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചു എന്നൊക്കെ ആക്ഷേപം വന്നിട്ട് പാർട്ടി കമ്മിറ്റി ഒരു അന്വേഷണമൊക്കെ വെച്ചിട്ടാണ് പുള്ളിയെ 1 വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തത്. സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്ക് അദ്ദേഹം പറഞ്ഞു, ഞാൻ ബി ജെ പി പോകുന്നുള്ള ചില സൂചന കൊടുത്തപ്പോൾ പാർട്ടി അങ്ങ് പേടിച്ചു. പാർട്ടി പേടിച്ചിട്ട് പാർട്ടി അംഗത്വം പുതുക്കാനുള്ള ഫോം കൊണ്ട് കൊടുത്തു. രാജേന്ദ്രൻ പൂരിപ്പിച്ചൊന്നുമില്ല, ഇതുവരെ പാർട്ടി അംഗത്വം ഇല്ല. അപ്പോൾ സി പി എമ്മിൽ നിന്ന് പോകുന്നു എന്ന് പറഞ്ഞിട്ട് അർത്ഥമായി, കാരണം സി പി എംകാരനല്ല, സി പി എമ്മിൻ്റെ മെമ്പർഷിപ്പ് ഉപേക്ഷിച്ച ആളാണ്, പുതുക്കിയിട്ടില്ല. അപ്പോൾ രാജേന്ദ്രൻ അങ്ങോട്ട് പോകുന്നു. അപ്പോൾ രാജേന്ദ്രന് പറയാൻ രാജേന്ദ്രൻ്റെതായ കാരണങ്ങളുണ്ട്. കാരണം സി പി എം എന്നുള്ള പാർട്ടിക്ക് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അപജയം, പിന്നെ ഇടുക്കി പോലെയുള്ള തോട്ടം മേഖലയിലൊക്കെ വളരെ സാധാരണക്കാരായ തൊഴിലാളികളാണ്. തൊഴിലാളികളൊക്കെ ഇപ്പോൾ ലയങ്ങളിൽ കഴിയുകയും അവർ വളരെ ദരിദ്രാവസ്ഥയിൽ ജീവിക്കുകയും കൊളുന്തു നുള്ളി പശിയടക്കേണ്ട പാവപ്പെട്ട തൊഴിലാളി അങ്ങനെ കഴിയുകയും അവിടുത്തെ ട്രേഡ് യൂണിയൻ നേതാക്കന്മാരൊക്കെ വലിയ മുതലാളിമാരായി മുന്തിയ കാറുകളിൽ സഞ്ചരിക്കുന്നവരുമായി മാറി. അപ്പോൾ ഒരു അടിസ്ഥാന പ്രശ്നം അവിടെ ഉണ്ട്. രാജേന്ദ്രനും ഈ പറഞ്ഞ പോലെ അടിസ്ഥാന വർഗത്തിൽ നിന്ന് വന്നതാണ്. രാജേന്ദ്രനും ഇല്ലേ കാറെന്നൊക്കെ ചോദിക്കാം, അത് സ്വാഭാവികമാണ്. ഒരു എം എൽ എ ആയി കഴിഞ്ഞാൽ പലിശയില്ലാത്ത വായ്പ കിട്ടും. എന്തിനാണ്? വണ്ടി മേടിക്കാൻ. എം എൽ എയുടെ ശമ്പളം മതി ഒരു വീടൊക്കെ, അതിൻ്റെ ഒരു നിശ്ചിത ഭാഗം പാർട്ടി കൊണ്ടുപോകും. എന്നാൽ പോലും ലെവി കഴിഞ്ഞിട്ടുള്ള ബാക്കി ഭാഗം കൊണ്ട് എം എൽ എക്ക് ജീവിക്കാൻ പറ്റും. ഏതായാലും രാജേന്ദ്രനെ സംബന്ധിച്ച് ആ തോട്ടം മേഖലയിൽ വലിയ കരുത്തുള്ള സ്വാധീനമുള്ള ഒരു നേതാവാണ് അദ്ദേഹം. സി പി എം വിട്ട് ബി ജെ പിയിലേക്ക് വരുന്നത് സി പി എമ്മിന് വലിയ ക്ഷീണമാണ്, ബി ജെ പിക്ക് വലിയ മുന്നാക്കം നൽകുന്ന ഒരു 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 പ്രവണതയാണ്. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒക്കെ ബി ജെ പിക്ക് ക്രമാനുഗതമായി വോട്ട് കൂടിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. ഒരു രാജേന്ദ്രൻ്റെയും സഹായമില്ലാതെ ബി ജെ പി തോട്ടം മേഖലയായ ഇടുക്കി ജില്ലയിൽ സ്വാധീനം കൂട്ടി വരികയാണ്. അപ്പോൾ കരുത്തുറ്റ ജനകീയ ബന്ധമുള്ള നേതാക്കന്മാർ കൂടി വരുമ്പോൾ അതൊരു വലിയ മാറ്റമാണ്. അപ്പം ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ പൊതുവിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ സി പി എമ്മിൻ്റെ ഈ ചാനൽ ചർച്ചയിലൊക്കെ പങ്കെടുക്കുന്ന റെജി ലൂക്കോസ് വന്നു. മറ്റൊരാൾ നമ്മൾ കാണാറുണ്ട് ചാനൽ ചർച്ചയിൽ, അസ്കർ എന്ന് പറഞ്ഞ അസ്കർ ബാദുഷ. അസ്കറിൻ്റെ ഒരു പോസ്റ്റ് വന്നിട്ടുണ്ട്. അസ്കർ ദാ ഇങ്ങനെയാണ് പോസ്റ്റ്: രാജിവെച്ചു, സംസ്ഥാന സർക്കാരും പാർട്ടിയും നൽകിയ ഇടതു നിരീക്ഷകൻ എന്ന പദവി ഞാൻ രാജിവെച്ചിരിക്കുന്നു. ഇന്ന് വരെ വാങ്ങിയ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും ഞാൻ സർക്കാർ ഖജനാവിലേക്ക് തിരിച്ചടച്ചു. കളിയാക്കിയിട്ടാണേ. ഔദ്യോഗിക വാഹനം, ഗൺമാൻ, ഡ്രൈവർ എന്നിവ ഞാൻ തിരിച്ചയച്ചു. ഔദ്യോഗിക വസതിയും ഒഴിഞ്ഞു. ചാനൽ ചർച്ചകളിലെ മണിക്കൂറുകൾ നീളുന്ന അധ്വാനം ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണെന്ന് കരുതുന്നത് കൊണ്ട് ഞാൻ ഇനി മുതൽ രാഷ്ട്രീയ നിരീക്ഷകൻ. പേടിച്ചു പോയെന്ന് പറഞ്ഞേക്കാൻ ആരോട്? സി പി എമ്മിനോട് പറയും. അസ്കർ പറയാണ്, നിങ്ങൾ എന്നെ വിലക്കി, എന്നെ പിണറായിക്കെതിരെ ഞാനൊരു അഭിപ്രായം പറഞ്ഞു എന്നതിൻ്റെ പേരിൽ എന്നെ വരട്ടാൻ വന്നാൽ ഞാനങ്ങ് പേടിച്ച് പോയെന്ന് പറഞ്ഞേക്കാൻ ആരോടാണ്? ഇന്നലെ വരെ ഇയാൾ ഘോരഘോരം വന്നിരുന്ന് ന്യായീകരിച്ച പാർട്ടിയെ കളിയാക്കിയിട്ട് വരെ പോടാ എന്ന് പറയുന്നത് തുല്യല്ലേ പേടിച്ച് പോയെന്നങ്ങ് പറഞ്ഞേക്കാൻ. അങ്ങനെ വലിയ തോതിൽ സി പി എമ്മിൻ്റെ അടി ഇളക്കുന്ന തരത്തിൽ ഇങ്ങനൊരു നീക്കം നടക്കുന്നുണ്ട്. അപ്പം രാജേന്ദ്രൻ ഹിന്ദുവാണ്, അസ്കർ ബാദുഷയാണ്, മുസ്ലിമാണ്. അയാളും സി പി എമ്മിനെ വിശ്വാസത്തിലെടുക്കാതെ പോയിരിക്കുന്ന ആളെ അസ്കർ ബാദുഷാജി എന്ന് വിളിക്കേണ്ടി വരുമോ എന്ന് ബി ജെ പിക്കാരും ഒക്കെ ആലോചിക്കുന്നുണ്ടായിരിക്കും. ഏതായാലും ഒരു വലിയ മാറ്റമാണ്. കാരണം സി പി എം എന്നുള്ള പാർട്ടി അവർ പറയായിരുന്നു, ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് ഒരാളും പോകത്തില്ല, ഒരാൾ ഒരിടത്ത് പോയി കണ്ടില്ലേ അവരൊക്കെ പോകുന്നത്. അതൊന്നുമല്ല. ഇപ്പം ബംഗാളിലൊക്കെ എത്ര പേര് പോയി. ഇപ്പോൾ കേരളത്തിലും സി പി എമ്മിൽ നിന്ന് ആളുകൾ പലപ്പോഴായി പതുക്കെ ബി ജെ പിയിൽ പോകാനുള്ള പ്രവണത കാണുന്നു. സംഘി എന്നുള്ള വിളിച്ചാൽ പണ്ട് ചൂളിപ്പോകുന്ന ആളുകളുണ്ടായിരുന്നു. അതെടാ ഞാൻ സംഘിയടാ എന്ന് തിരിച്ചു പറയുന്ന തരത്തിലേക്ക് ആളുകൾ മാറിയിട്ടുണ്ട്. അപ്പോൾ കേരളത്തിൽ ഒരു വലിയ
രാഷ്ട്രീയ മാറ്റം നിശബ്ദമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഈ പരസ്യമായി തലയെടുപ്പുള്ള സംസ്ഥാനത്ത് അറിയപ്പെടുന്ന നേതാക്കന്മാർ CPM-ൽ നിന്ന് BJP-യിലേക്ക് മാറുന്നു. അണികൾ വലിയ തോതിൽ മാറുന്നുണ്ട്. കാരണം തെരഞ്ഞെടുപ്പുകളിൽ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും, ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും CPM തിരിച്ചറിഞ്ഞതാണ് CPM-ൻ്റെ ഹിന്ദു വോട്ടർമാർ പ്രധാനമായും BJP-ക്ക് ഒഴുകുന്നു തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അപ്പം ഈ നേതാക്കന്മാരും കാണുന്നുണ്ട് അണികളൊക്കെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. അണികളില്ലാത്തൊരു പാർട്ടി എന്ന് പറഞ്ഞാൽ CPI ആണ്. പാർട്ടി പിളർന്നതിന് ശേഷം നേതാക്കന്മാരെല്ലാം CPI-ൽ നിന്നും അണികളെല്ലാം CPM-ലേക്കും പോയി. കാരണം കേരളത്തിൽ CPM-ന് ആരുണ്ടായിരുന്നു? ഒരു EMS-ഉം ഒരു AKG മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രമുഖരായ നേതാക്കന്മാർ മുഴുവൻ നിന്നത് CPI-യിലായിരുന്നു. പണ്ട് ഈ CPI-ക്കാരെ വിളിച്ചൊരു മുദ്രാവാക്യത്തെക്കുറിച്ച് ഞാൻ വായിച്ചിട്ടുണ്ട്. കേരള കൗമുദി സുകുമാര, ദേശാഭിമാനി പിള്ളേച്ച, എണ്ണാമെങ്കിൽ എണ്ണിക്കോ, നാളെ കള്ളം പറയല്ലേ. കാരണം CPI-ക്കാരെന്ന് പറഞ്ഞത് ഞങ്ങളാണ് വലിയ പാർട്ടി, അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ നിൽക്കുമെന്നുള്ള ഒരു തോന്നൽ CPI-ക്ക് ഉണ്ടായിരുന്നു വലിയ. പക്ഷേ CPI-യുടെ ആ മുദ്രാവാക്യം പോലെ മുദ്രാവാക്യം പാഴായിപ്പോയി. കാരണം നേതാക്കന്മാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ CPI-ൽ. എന്ന് പറയുന്ന പോലെ CPM-ലും വലിയ തോതിലുള്ള അണികളുടെ ഒഴുക്ക് സംഭവിച്ചാൽ ഭാവിയിൽ നേതാക്കന്മാർ മാത്രമുള്ളൊരു പാർട്ടിയായിട്ട് മാറും. CPM അതിൻ്റെ എല്ലാ ഗിമ്മിക്കുകളും CPM കളിക്കുന്നുണ്ട്. ഇപ്പം ഇന്ന് ബാലനെ കണ്ടു. ഈ UDF അധികാരത്തിൽ വന്നാൽ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് ജമാഅത്തെ ഇസ്ലാമിക്കാണെന്ന് പറഞ്ഞ ബാലൻ തൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. പക്ഷേ ബാലൻ എടുത്ത് പൊക്കി കാണിച്ചൊരു ഞാൻ ഖുറാൻ വായിക്കുന്ന ആളാണ് എന്ന് കാണിച്ചിട്ട് കാണുമ്പോഴേ അറിയാം പുത്തൻ സാധനം കാണുമ്പോൾ മേടിച്ചോണ്ട് പോകുന്ന നല്ല പളപളാന്നിരിക്കുന്നൊരു ഖുറാൻ. ഞാനിത് വായിക്കും, രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും വായിക്കുന്നതാണെന്നൊക്കെ പറഞ്ഞ് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പ്രകടനമൊക്കെ ഇത് നടത്തിയിട്ടുണ്ട്. ഏതായാലും ബാലൻ സഖാവ് എന്നാണ് സഖാവ് ബാലൻജി ആവുമെന്ന് നമുക്കറിയില്ല. കേരളത്തിലും സംഭവിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഇന്നാളെ പറഞ്ഞ പോലെ ബംഗാളിലെ ഒരു പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി സെക്രട്ടറി കണ്ണൂർ ബസ് സ്റ്റാൻഡിൽ പൊറോട്ട അടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഈ നാളെ ഈ കാവി കൊടിയും പിടിച്ച് പരമപവിത്രമൊക്കെ പാടിക്കൊണ്ട് നമ്മുടെ AK ബാലനും EP ജയരാജൻ സഖാവ് വരാൻ തയ്യാറായില്ല അല്ലേ? അതെ, ശോഭാ സുരേന്ദ്രൻ പറഞ്ഞല്ലോ ജയരാജൻ സഖാവ് ജാവദേക്കറെ കണ്ടത്. അത് പറഞ്ഞ ന്യായീകരണമാണ് ഏറ്റവും വലിയ തമാശ. അത് ഞാനങ്ങനെ പോകുന്ന വഴിക്ക് എൻ്റെ മകൻ്റെ ബർത്ത്ഡേ ആണെന്ന് അറിഞ്ഞപ്പോൾ ജാവദേക്കർ മകൻ്റെ ബർത്ത്ഡേ ആശംസിക്കാൻ വന്നു എന്നൊക്കെ പറഞ്ഞുള്ള ഒരു വളവളാന്നുള്ളൊരു വിശദീകരണമൊക്കെ നടത്തിയപ്പോൾ CPM-ലെ ആളും പണ്ട് CPM പഴയ പാർട്ടിക്കല്ല, CPM വല്ലാതെ ഉലഞ്ഞിരിക്കുന്നു. CPM-ന് എപ്പോൾ വേണമെങ്കിലും CPM-ലെ ആര് വേണമെങ്കിലും EP ജയരാജൻ വരെയുള്ള ആളുകൾ ആടിയിട്ടുണ്ടെങ്കിൽ ആർക്കും CPM വിട്ട് BJP-യിലേക്ക് വരാം. അപ്പോൾ BJP-യിലേക്കുള്ള ഒരു കുത്തൊഴുക്കിൻ്റെ തുടക്കമാണ് രാജേന്ദ്രൻ്റെ വരവ്, ഹസ്കർ വരാൻ പോകുന്നത്, റെജി ലൂക്കോസ് വന്നതെന്നൊക്കെ കരുതാം. ഇതിപ്പം ഈ BJP പ്രവർത്തകരുടെ ചിലരുടെയൊക്കെ ഒരു സങ്കടമുണ്ട് കേട്ടോ. ഇന്നലെയൊക്കെ ഇവരെയൊക്കെ നമ്മൾ ചീത്തയും പറഞ്ഞു കിടന്നു, ഇന്നൊക്കെ അവന്മാർ നമ്മളെയും ചീത്തയും പറഞ്ഞു. ഇനി നാളെ മുതൽ കാണുമ്പോൾ എങ്ങനെ ജി എന്ന് വിളിക്കും? ഇതൊരു വലിയ പ്രശ്നമാണ്. ഈ പ്രശ്നം ഈ BJP-യുടെ സജീവ പ്രവർത്തനങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുള്ള ആളാണ് പ്രിയൻ അല്ലേ? ഈ പ്രശ്നം അണികൾക്കിടയിലുണ്ടോ? അങ്ങനെ ഒരു പ്രശ്നമായിട്ട് സാധാരണക്കാർക്കിടയിൽ ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമാശ രൂപത്തിൽ പറയാറുണ്ട് ജോൺ ബ്രിട്ടാസിനെ ഇനി ബ്രിട്ടാസ് ജി എന്ന് വിളിക്കേണ്ടി വരുമോ എന്ന് ഈ കഴിഞ്ഞ ദിവസവും കൂടെ ആൾക്കാർ തമാശ രൂപത്തിൽ സ്റ്റാറ്റസ് ഒക്കെ ഇടുന്നുണ്ടായിരുന്നു. എന്തായാലും BJP-ക്ക്, കാരണം BJP ഒന്നും അല്ലാതിരുന്നിടത്ത് നിന്ന് വന്നതാണ്. നമുക്ക് കാരണം സ്വപ്നം കാണാൻ പോലുമുള്ള അവസ്ഥ ഇല്ലാതിരുന്ന എന്തായിരിക്കും ഇവരൊക്കെ കൂട്ടത്തോടെ വരാനുള്ള കാരണം പ്രിയന് തോന്നുന്നത്? ഇത് നരേന്ദ്രമോദിയോടുള്ള ഒരു താല്പര്യം ഒരുപാട് എനിക്കറിയാം. എനിക്ക് CPM-ന്റെ പല നേതാക്കളെയും പേഴ്സണലി അറിയാവുന്ന ആളാണ് ഞാൻ. അവർ പലരും സ്വകാര്യമായുള്ളവർ എന്തൊരു മനുഷ്യനാണ്, നമിച്ചു കേട്ടോ എന്നൊക്കെ സ്വകാര്യമായി പറയാറുണ്ട്. കാരണം അവർക്കൊന്നും ഈ ഉള്ളിൻ്റെ ഉള്ളിൽ മോദി എടുക്കുന്ന നിലപാട് ശരിയാണെന്നറിയാം. പക്ഷേ ഈ പാർട്ടി വിട്ടാൽ പിന്നെ ഒരു ജീവിതമില്ല. അതെ, പറയാൻ. പക്ഷേ ഇത് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസം എന്ന് പറയുന്നത് ഒരു ഹിപ്പോക്രസിയാണ്, ഒരു വ്യാജമാണ്. അത് പറയുന്നതും പ്രവർത്തിക്കുന്നതും രണ്ടാണ്. അവർ എല്ലാവർക്കും സമത്വവും സ്നേഹവും സാഹോദര്യവും പറഞ്ഞിട്ട് ഏകാധിപത്യം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. പിന്നെ മനുഷ്യവിരുദ്ധമാണത്. മനുഷ്യവിരുദ്ധം എന്ന് പറഞ്ഞാൽ നിരന്തരമായ യുദ്ധം മാത്രമാണ് കമ്മ്യൂണിസം വിഭാവനം ചെയ്യുന്നത് എന്നുള്ളതാണ്. അങ്ങനെയൊന്നും മനുഷ്യർക്ക് ജീവിക്കാൻ കഴിയില്ല. മനുഷ്യർക്ക് ജീവിക്കണമെങ്കിൽ ഇസ്ലാമും അങ്ങനെ തന്നെ നിരന്തരമായ യുദ്ധമാണ്. ഇതൊന്നും നമുക്ക് പറ്റുന്ന കാര്യമില്ല. നമുക്കെന്താ, സമാധാനമായിട്ടിരിക്കണം, ആഹാരം കഴിക്കണം, കിടന്നുറങ്ങണം, കുടുംബമായിട്ട് ജീവിക്കണം, സന്തോഷിക്കണം, ആനന്ദിക്കണം, അറിവ് നേടണം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് മനുഷ്യ ജീവിതത്തിൻ്റെ പരമമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത്. അതിനിടയ്ക്ക് ഈ പറയുന്ന നിരന്തര യുദ്ധം, പോരാട്ട ജീവിതം എന്നൊക്കെ ഡയലോഗ് അടിക്കാന്നുള്ളേ ഉള്ളൂ. അത് തന്നെ ഒരു പൊയ്യാണ് എന്നുള്ളത് കൊണ്ട് കമ്മ്യൂണിസത്തിനകത്ത് തുടർന്നു പോകാനായിട്ട് അധികകാലം ആർക്കും കഴിയില്ല എന്നുള്ളതാണ്. അവനവനെയെങ്കിലും സത്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടി വരുമല്ലോ ഒരു ഘട്ടം. ചിലരൊക്കെ പറയാറുണ്ട് ചുവന്ന കൊടി നരച്ചാൽ കാവ്യാണെന്ന്. അതെ,
അതെ, ചുവന്ന കൊടി പലയിടത്തും രാജ്യത്ത് പലയിടത്തും ഇല്ലാതായി കഴിഞ്ഞു. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ മാത്രമേ ഉള്ളൂ. അവിടെ ഇല്ല, അവിടെ ഇപ്പോൾ ലൈറ്റായി, കൊടിയില്ല. അതുകൊണ്ട് തന്നെ ഇപ്പം അത് നരച്ച് കാവിയാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഞാനൊരു കമ്മ്യൂണിസ്റ്റ് ആയിരുന്ന ആളാണ്, ഇടതുപക്ഷക്കാരനായിരുന്ന ആളാണ്. അവിടെ നിന്നാണ് ഞാൻ സംഘപരിവാറിൻ്റെക്ക് എത്തിയത്. അതുകൊണ്ട് തന്നെ എനിക്കറിയാം ഈ രണ്ട്. രാജേന്ദ്രൻ സഖാവിന് രാജേന്ദ്രൻ ജിക്ക് ഒരു കൂട്ട് ഇന്ത്യ ലൈവിലെ കൊച്ചി സ്റ്റുഡിയോയിലുണ്ട്. ഫ്രീ ആണ്, നാളെ വരെ കേൾക്കുന്നുണ്ടോ രാജേന്ദ്രൻ ജി?